നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലാലിഗയിൽ ബാഴ്സലോണയുടെ സ്പാനിഷ് സ്ട്രൈക്കർ ലാമിൻ യമാൽ, സ്പെയിനിൻ്റെ യങ് ടാലൻറ്റ്, കൗമാരപ്രതിഭ തകർക്കുകയാണ്. കഴിഞ്ഞ ദിവസം വിയ്യാറയലിനെതിരെ ഹാട്രിക് നേടിയ ലാമിൻ യമാൽ ഒരു പിടി റെക്കോർഡുകൾ കൂടി അതുവഴി സ്വന്തമാക്കി. അതിലെ ആദ്യത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് സാക്ഷാൽ ലയണൽ മെസ്സിയെ മറികടന്നുകൊണ്ടുള്ള ഒരു റെക്കോർഡാണ്. അതായത് മെസ്സി ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ 19ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ ഹാട്രിക് നേടുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വിയ്യാറയലിനെതിരെ യമാൽ ഹാട്രിക് നേടിയപ്പോൾ അയാളുടെ പ്രായം 18 വയസ്സാണ്. അങ്ങനെ മെസ്സിയെ, ലോകത്ത് ഇന്ന് നിലവിലുള്ള ഏറ്റവും മികച്ച കളിക്കാരനായ മെസ്സിയെ, എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാളായ മെസ്സിയുടെ ആ റെക്കോർഡ് യമാൽ മറികടന്നു. ഇനി ലോകത്തെ തന്നെ മെസ്സിക്കൊപ്പമുള്ള വലിയ ആരാധക പിന്തുണയുള്ള മികച്ച കളിക്കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡിന് വേണ്ടി ആദ്യമായി ഹാട്രിക് നേടുമ്പോൾ അയാളുടെ പ്രായം 22 വയസ്സാണ്. ഇനി മറ്റൊരു റെക്കോർഡ് യമാലിന് ഈ ഹാട്രിക് വഴി കിട്ടിയത് 21ാം നൂറ്റാണ്ടിൽ ലാലിഗയിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഹാട്രിക് നേടുന്ന താരമായി മാറി യമാൽ എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം വിയ്യാറയലിനെതിരെ നേടിയ ഹാട്രിക്കോട് കൂടിയിട്ട് 21ാം നൂറ്റാണ്ടിൽ ലാലിഗയിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഹാട്രിക് നേടുന്ന താരമായി ലാമിൻ യമാൽ മാറി. അപ്പോൾ ആ അർത്ഥത്തിലെല്ലാം യമാൽ വേറൊരു ലെവലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിയ്യാറയലിനെ 1-4 ഗോളിനാണ് ബാഴ്സലോണ തോൽപ്പിച്ചത്. ഇനി ലാലിഗയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഹാട്രിക് നേടിയതിൻ്റെ റെക്കോർഡ് എന്ന് പറയുന്നത് ഇറിഗോറി എന്ന് പറയുന്ന ഒരു കളിക്കാരൻ്റെ പേരിലാണ്. അത് 1980-ലാണ് ഇറിഗോറി ഈ ഹാട്രിക് നേടിയത്. അന്ന് അദ്ദേഹത്തിന് 17 വയസ്സാണ് പ്രായം. അപ്പോൾ ലാലിഗയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഹാട്രിക് നേടിയ താരം ഇറിഗോറിയാണ്. പക്ഷേ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ലാമിൻ യമാൽ മാറി എന്നുള്ളതാണ്. എന്തായാലും യമാൽ തകർക്കുകയാണ്. യമാൽ അതിഗംഭീരമായി കളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. യമാലിൽ നിന്ന് നമുക്ക് ഇനിയും കൂടുതൽ ഒരു 2 പതിറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന, 15-20 വർഷം നീണ്ടു നിൽക്കുന്ന ഗംഭീര കളി യമാലിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ കളി, ആ ഒരു പ്രോമിസ് അത് നിലനിർത്താൻ യമാലിന്